ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. പ്രസിദ്ധമായ എളനാട് തെണ്ടൻകാവിൽ ശ്രീ ഭഗവതിയുടെ ഉച്ചാരൽ താലപ്പൊലി മഹോത്സവം ഫെബ്രുവരി 10-ന് തിങ്കളാഴ്ച ആഘോഷിക്കും. തൃക്കണായ ദേശം, വടക്കൻ ദേശം, കിഴക്കൻ ദേശം, എളനാട് ദേശം എന്നീ വിഭാഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് എളനാട് തെണ്ടൻകാവിൽ ശ്രീ ഭഗവതി സഹായം ഉച്ചാരൽ താലപ്പൊലി മഹോത്സവം ആഘോഷിക്കുന്നത്. തെണ്ടൻകാവിൽ കൂറയിടൽ ചടങ്ങുകൾ ഫെബ്രുവരി 3-ന് തിങ്കളാഴ്ചയായിരുന്നു. തെണ്ടൻകാവിലും വിവിധ ദേശങ്ങളിലുമായി പറയെടുപ്പും നടത്തി. കിഴക്കൻ ദേശത്തിന്റെ പറയെടുപ്പ് വ്യാഴാഴ്ചയായിരുന്നു. താലപ്പൊലി ദിവസം അമലൂർ ശ്രീദുർഗ ക്ഷേത്രത്തിൽ രാവിലെ 6-ന് ഉഷപൂജ, തുടർന്ന് 8-ന് പായസ വിതരണം എന്നിവ നടക്കും. തുടർന്ന് 9-ന് പകൽവേല അമലൂർ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. കിഴക്കൻ ദേശം കാനാശ്ശേരി കോളനിയുടെയും തിരുമണി ദേശത്തിന്റെയും അതിപുരാതനമായി വരുന്ന കുതിരവേലയും ഇതിനോടൊപ്പം ആഘോഷിക്കുന്നുണ്ട്. രാത്രി 9-ന് മൂലങ്കോട് ഗിരീഷും സംഘവും നയിക്കുന്ന തായമ്പകയും നടക്കും. പഞ്ചവാദ്യം, മേളം എന്നിവയ്ക്ക് പ്രശസ്ത വാദ്യ കലാകാരന്മാർ അണിനിരക്കും. തിരുവേഗപ്പുറ ശങ്കരനാരായണൻ എന്ന ഗജവീരൻ കിഴക്കൻ ദേശത്തിന്റെ താലപ്പൊലി മഹോത്സവത്തിന് പ്രൌഢി നൽകും. കിഴക്കൻ ദേശം ഉച്ചാരൽ വേല കമ്മിറ്റിയുടെ 10 വർഷമായി പ്രസിഡന്റ് പദവി വഹിക്കുന്ന സി സുരേന്ദ്രൻ പാറക്കോട് കിഴക്കൻ ദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഉച്ചാരൽ വേല ആഘോഷ പരിപാടികളെക്കുറിച്ച് സംസാരിക്കുന്നു. എളനാട് തെണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കൊല്ലംതോറും നടത്തി വരാനുള്ള തെണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉച്ചാരൽ താലപ്പൊലിയാണ് ഈ ഫെബ്രുവരി മാസം 10-ാം തീയതി, അതായത് മകരം 28-ന് അതിപുരാതനമായി നടത്തിയിട്ട് വരുന്നുള്ള ഒരു ഉത്സവമാണ്. മുൻപൊക്കെ ഒരു 10 വർഷം മുമ്പൊക്കെ എല്ലാ ദേശക്കാരും കൂടി ഒരുമിച്ച് നടത്തി വരുന്ന ഒരു പൂരമായിരുന്നു. അതിപ്പോൾ 4 ദേശമായി തിരിച്ചിട്ട് വടക്കൻ ദേശം, പടിഞ്ഞാറൻ ദേശം, കിഴക്കൻ ദേശം, സെൻട്രൽ ദേശമായിട്ട് 4 ദേശമായിട്ട് തിരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഉത്സവം കൊണ്ട് നടത്തുന്നത്. അത് ഞങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് കിഴക്കൻ ദേശം എന്നാണ് പറയുക. കിഴക്കൻ ദേശത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉത്സവം നടത്തുകയാണ്. അതായത് അത് രാവിലെ ഒരു 6 മണിക്ക് പൂജയും ഉഷപൂജയും മറ്റു പൂജകളെല്ലാം നടത്തി അമലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഏതായാലും രാവിലെ ഒരു 9:30 മണിക്ക് ഇവിടെ ആനി എഴുന്നള്ളിപ്പായിട്ട് തെണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതാണ്. അത് തടമ്പേറുന്നത് നമ്മുടെ തിരുവേഗപ്പുറ ശങ്കരനാരായണൻ എന്ന ആനയാണ്. അതിപുരാതനമായി നടത്തിവരുള്ള ഈ 4 ദേശത്തിൻ്റെയും പൂരം വിവിധ ദേശങ്ങളിലായിട്ട് ഏതാണ്ട് 8 ആന ഈ വർഷം അണിനിരക്കുന്നുണ്ട്. അതിന് പുറമെ 12, 13 കാളകൂതറ ആഘോഷങ്ങൾ ഇതിനോടൊപ്പം പല ദേശത്തു നിന്നുമായിട്ട് വരുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ മുത്തലാങ്കോട്, തിരുമണി, കാനാശ്ശേരി എന്ന ഭാഗത്തു നിന്ന് കാളയും കുതിരയും ആഘോഷങ്ങളായിട്ട് ഇതിനോടൊപ്പം പോകുന്നുണ്ട്. അതിലിപ്പോൾ പ്രത്യേകമായിട്ട് വാദ്യകലാകാരന്മാർ അണിഞ്ഞിരിക്കുന്നത് കിഴക്കഞ്ചേരി പ്രജീഷ് അതിന് സംഘവും എന്നാണ് വാദ്യകലാകാരന്മാരായിരുന്നു അണിനിരക്കുന്നത്. അത് വിപുലമായിട്ട് തന്നെ ഈ വർഷം വിപുലമായി കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ഇത്. തൃക്കണായ ദേശം ഉച്ചാരൽ വേല കമ്മിറ്റിയുടെ നേതൃത്വത്തിലും താലപ്പൊലി മഹോത്സവം വിപുലമായി ആഘോഷിക്കുന്നുണ്ട്. തൃക്കണായ ദേശത്തിന്റെ പറയെടുപ്പ് വെള്ളിയാഴ്ച നടന്നു. താലപ്പൊലി ദിവസം പകൽവേല കാലത്ത് 9 മണിക്ക് വലിയകാട് മല്ലം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. തെണ്ടങ്കാവ് ക്ഷേത്രത്തിൽ കാലത്ത് ഉഷപൂജ, അർച്ചന, വിളക്കുമാല, വെടിവഴിപാട്, മറ്റു വഴിപാടുകൾ എന്നിവ നടക്കും. 8 മുതൽ 10 മണിവരെ തൃക്കണായ ദേശത്തിന്റെ കാഴ്ചശീവേലിയും ഉണ്ടായിരിക്കും. ഉച്ചപൂജയ്ക്ക് ശേഷം ദേശവേലകളും കാള കുതിര വേലകളും ക്ഷേത്രത്തിലെത്തും. വെള്ളരി നിവേദ്യത്തിനു ശേഷം വേല പുറപ്പെടും. തൃക്കണായ ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് എം രാമചന്ദ്രൻ ഉത്സവാഘോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. തൃക്കണായ ദേശത്തിൻ്റെ വേലയോടനുബന്ധിച്ച് തൃക്കണായ ഡബിൾ കാള, പെരിയാർക്കോട് വിഭാഗത്തിൻ്റെ കാള, ചക്കത്തകുന്ന് വിഭാഗത്തിൻ്റെ A, B 2 കുതിരകളുണ്ട്. കരുമാങ്കുടി ദേശത്തിൻ്റെ ഒരു കാളയും അതുകൊണ്ട് വെച്ച് തിറ കാര്യങ്ങളുണ്ട്. പിന്നെ പ്രാദേശിക വേല വേറെ ഉണ്ട്. നല്ല നല്ല നിലപാടുള്ള നീളംപള്ളിയിൽ പരിപാടികൾ, കലാപരിപാടികളുണ്ട്. പിന്നെ പ്രാദേശിക വേലകൾ ധാരാളം നടക്കുന്നുണ്ട്. വളരെ ശക്തി ആർജിച്ചുള്ള രീതിയിലാണ് തൃക്കണായ ദേശം പ്രാവശ്യമുള്ളത്. നമ്മുടെ ദേശത്തിൻ്റെ തിടമ്പ്, ദേവിയുടെ തിടമ്പ് എത്തുന്നത് ചൈതാറാച്ചുവാണ്. തൃക്കണായ ദേശത്തിനാണ് പ്രാവശ്യം തിടമ്പ്.
വാതിൽമാടം ഭഗവതി ക്ഷേത്രത്തിൽ രാത്രി 12 മണിക്ക് തായമ്പക, തുടർന്ന് കേളിപ്പറ്റ്, കൊമ്പ്, കുഴൽപ്പറ്റ്, പയ്യപ്പന്തലിലേക്ക് വേല പുറപ്പെടൽ, പഞ്ചവാദ്യം, ഭദ്രകാളി കർമ്മം, ഗുരുതി, തർപ്പണം, ദണ്ഡ് നീക്കൽ എന്നീ ചടങ്ങുകളും നടക്കും. 3 ഗജവീരന്മാർ ഉത്സവത്തിന് ചാരുതയാകും. ചൈത്രം മച്ചു എന്ന ഗജവീരനാണ് തിടമ്പേറ്റുക. തൃക്കണായ ദേശവേല കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടി രാംകുമാർ തിങ്കളാഴ്ച തൃക്കണായ ദേശത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഉച്ചാരൽ താലപ്പൊലി മഹോത്സവത്തെക്കുറിച്ച് വിശദമാക്കി. ഉച്ചാരൽ വേല എന്ന് പറയുന്നത് കാർഷികമായി ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. ഉച്ചാരൽ അടയ്ക്കുക, ഉച്ചാരൽ തുറക്കുക എന്ന 2 വകുപ്പുകളുണ്ട്. വേല തലേ ദിവസം നമ്മൾ ഉച്ചാരൽ അടച്ചാൽ പിന്നെ നെല്ല് ധാന്യങ്ങളും തൊടില്ല. പിന്നെ ഉച്ചാരൽ തുറക്കുക എന്ന് പറഞ്ഞ വേല കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ചുട്ട് കാച്ചി കാർഷിക മേഖലയ്ക്ക് ഇറങ്ങും. അപ്പോൾ തീർച്ചയായും ഇതൊരു കാർഷിക മേഖലയോടനുബന്ധിച്ചുള്ള ഒരു ഉത്സവമാണ്. ഇത് ഏതാണ്ട് 20 വർഷത്തോളമായി 4 ദേശങ്ങളാക്കി തിരിച്ചുകൊണ്ടുള്ള പ്രയാണം തുടങ്ങിയിട്ട്. ഇതിനു മുമ്പ് എളനാട് മൊത്തമായിരുന്നു. അതിനെ ഒന്നുകൂടി കൊഴുപ്പ് കൂട്ടാനായിട്ടാണ് ദേശങ്ങളാക്കി മാറ്റിയത്. ആ ദേശങ്ങളായി മാറ്റി ഓരോ ദേശക്കാരുടെയും ഇതിനോടുള്ള താല്പര്യവും ഇതിനോടുള്ള ഒരു മമതയും കൊണ്ട് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭംഗിയായി ഇപ്രാവശ്യം ഇത് നിറവേറ്റപ്പെടും. അപ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടുള്ള ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ സമീപവാസികളും സമീപ പഞ്ചായത്തിലെ ആൾക്കാരും, പിന്നെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ആനവേല എന്ന് പറയുന്നത്, ആനപ്പൂരം എന്ന് പറയുന്നത് എളനാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ചുറ്റുപാടുള്ള വെന്നൂർ അല്ലെങ്കിൽ കളപ്പാറയൊന്നും ആനപ്പൂരമില്ല. അപ്പോൾ പ്രത്യേകിച്ചും ഒരു ആനപ്പൂരം ആയി മാറുന്നത് എളനാട്ടിലെ ഈ പറഞ്ഞ മകര 28 ഉച്ചാരലെ താലപ്പൊലിയാണ്. വടക്കൻ ദേശത്തിന്റെ നേതൃത്വത്തിലും ഉച്ചാറൽ താലപ്പൊലി ആഘോഷം വർണ്ണാഭമാവുകയാണ്. ദേശത്തിന്റെ പറയെടുപ്പ് ചടങ്ങുകൾ ചൊവ്വാഴ്ച നടന്നു. ദേശവേല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, ശിങ്കാരിമേളം, വിവിധ കലാരൂപങ്ങൾ, കുംഭകളി എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. സരിഗ യുവജന കമ്മിറ്റി സ്പോൺസർ ചെയ്യുന്ന ഗംഭീര ഗാനമേള ഞായറാഴ്ച നടക്കും. ഗണപതി ഹോമത്തിനു ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് പകൽവേല പരുത്തിപ്ര മല്ലം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. മനശ്ശേരി രാജേന്ദ്രൻ എന്ന ഗജവീരന്റെ അകമ്പടിയോടുകൂടി പല്ലശന ശിവനും സംഘവും നയിക്കുന്ന പഞ്ചവാദ്യം താലപ്പൊലി മഹോത്സവത്തിന് മാറ്റുകൂട്ടും. പരുത്തിപ്ര വടക്കൻ ദേശം ക്ഷേത്ര സമിതി അംഗം കെ പ്രകാശ് സംസാരിക്കുന്നു. കൊല്ലം തോറും നടത്തിവരാറുള്ള ഉച്ചാരൽ താലപ്പൊലി മഹോത്സവം ഈ വരുന്ന തിങ്കളാഴ്ച മകരമാസം 28-ാം തീയതി വളരെ ഗംഭീരമായി തന്നെ നടത്തപ്പെടുന്നു. ഇത് വടക്കൻ ദേശമാണ്. വടക്കൻ ദേശത്തു നിന്നും കാലത്ത് മുതൽ തന്നെ വേലയുടെ ആഘോഷങ്ങൾ തുടങ്ങും. അതിനു മുന്നോടിയായി 8-ാം തീയതി കുട്ടികളുടെ പരിപാടിയും ഓട്ടം തുള്ളലും വടക്കൻ ദേശത്തിൻ്റെ വകയായി ഇവിടെ നടക്കുന്നു. അതുപോലെ തന്നെ 9-ാം തീയതിയും സരിഗ യുവജന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കൻ ദേശത്തിന് വേണ്ടി ഗാനമേള നടത്തപ്പെടുന്നു. അങ്ങനെ 3 ദിവസവും വേലയോടനുബന്ധിച്ചുള്ള ഗംഭീര പരിപാടികളാണ് വടക്കൻ ദേശം വേല കമ്മിറ്റി വിശ്വാസികൾക്കായിട്ട് സമർപ്പിക്കുന്നത്. തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെ വേല പുറപ്പെട്ട് ശ്രീ തണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. എല്ലാ വർഷത്തെ പോലെ തന്നെ എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്വത്തോടുകൂടെ തന്നെ ഈ വേല അതിഗംഭീരമായി നടത്തപ്പെടുന്നു. അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നാടിൻ്റെ നാനാതുറയിലുള്ള വിശ്വാസ സമൂഹം നമ്മളിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ വേല നടക്കുന്നത്. ഈ നാടിൻ്റെ ഐശ്വര്യപൂർണ്ണയായ ദേവി എല്ലാ ഐശ്വര്യങ്ങളും ചൊരിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ തിടമ്പ് ഏറ്റുന്നത് ശങ്കരനാരായണൻ എന്ന കൊമ്പനാണ്. അപ്പോൾ എല്ലാ ദേശത്തിൻ്റെ സ്നേഹികളെയും ഞങ്ങൾ ഈ വേലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CCV ന്യൂസ്, പഴയന്നൂർ.